അമേരിക്കൻ ഭരണകൂടം മരവിപ്പിച്ച ഇറാന്റെ സമ്പാദ്യം പിടിച്ചെടുത്ത് ഹൂതി ആക്രമണങ്ങളിൽ നാശനഷ്ടം സംഭവിച്ച കപ്പലുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സാമ്പത്തിക കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ നിർദ്ദേശത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിട്ടുള്ളത്. ട്രംപിന്റെ നീക്കം കേവലം ഇറാനെതിരെയുള്ള നീക്കം മാത്രമായി കാണാനാകില്ലെന്നും ഇത് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ തന്നെ തകർക്കുന്ന അപകടകരമായ ഒരു കീഴ്വഴക്കത്തിന് തുടക്കമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര സമൂഹത്തിന് ഇത് സംബന്ധിച്ച് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തുന്ന രൂക്ഷമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പുതിയ നിർദ്ദേശവുമായി രംഗത്തെത്തിയത്. ഹൂതികൾ നടത്തുന്ന വിനാശകരമായ സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ പിന്തുണയുണ്ടെന്നാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ആരോപണം. ഹൂതി ആക്രമണങ്ങൾ മൂലം ആഗോള കപ്പൽ ഗതാഗതത്തിനും വാണിജ്യ മേഖലയ്ക്കും ശതകോടികളുടെ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരമായി അമേരിക്കൻ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ശതകോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ഫണ്ടുകൾ ഉപയോഗിച്ച് നഷ്ടപരിഹാരം ഈടാക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തെ തികച്ചും നിയമവിരുദ്ധവും അന്താരാഷ്ട്ര കവർച്ചയുമായാണ് ടെഹ്റാൻ വിശേഷിപ്പിച്ചത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ സാമ്പത്തിക നിക്ഷേപങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര അല്ലെങ്കിൽ സൈനിക തീരുമാനങ്ങൾക്കായി തട്ടിയെടുക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ലെന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ട്രംപിന്റെ നീക്കത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഒരു രാഷ്ട്രത്തിന്റെ ധനശേഖരം ഇതുപോലെ കണ്ടുകെട്ടുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വൻ വിപത്തിന് വഴി തുറക്കുമെന്നും ലോകത്തിലെ ഒരു രാജ്യത്തിന്റെയും സമ്പാദ്യം പിന്നീട് സുരക്ഷിതമായിരിക്കില്ലെന്നും അരാഗ്ചി വ്യക്തമാക്കി. ഈ അപായകരമായ നീക്കം തുടർന്നാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വൻ അരാജകത്വവും അനിശ്ചിതത്വവും ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര ബാങ്കിംഗ് മേഖലയോടും നിക്ഷേപ സംവിധാനങ്ങളോടുമുള്ള രാജ്യങ്ങളുടെ വിശ്വാസ്യത തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. ഹൂതികൾ നടത്തുന്നത് അവരുടെ സ്വയം രാഷ്ട്രീയ സൈനിക നീക്കങ്ങളാണെന്നും ഇതിന് ഇറാന്റെ സാമ്പത്തിക വിവരങ്ങൾ കണ്ടുകെട്ടുന്നത് അനീതിയാണെന്നുമാണ് ഇറാന്റെ നിലപാട്. മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക പ്രതിസന്ധികളുടെ പേരിൽ ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള ട്രംപിന്റെ നീക്കമാണിതെന്നാണ് അവർ ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ കാരണം ശതകോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ സ്വത്തുക്കളാണ് വിവിധ അന്താരാഷ്ട്ര ബാങ്കുകളിലും യുഎസ് ധനകാര്യ സ്ഥാപനങ്ങളിലും മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പണം തിരികെ ലഭിക്കുന്നതിനായി ഇറാൻ നിരന്തരം നിയമപരമായും നയതന്ത്രപരമായും പോരാട്ടം നടത്തിവരികയായിരുന്നു. മുൻപ് പലപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഈ മരവിപ്പിച്ച ഫണ്ടുകൾ ഘട്ടം ഘട്ടമായി വിട്ടുകൊടുക്കുന്ന കാര്യം പരിഗണനയിൽ വന്നിരുന്നു. എന്നാൽ തർക്കങ്ങൾ രൂക്ഷമായതോടെയും കരാറുകൾ ലംഘിക്കപ്പെട്ടതോടെയും ഫണ്ടുകൾ വിട്ടു നൽകുന്ന പ്രക്രിയ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇപ്പോൾ ഈ പണം നേരിട്ടെടുത്ത് മറ്റു രാജ്യങ്ങൾക്കോ കപ്പൽ കമ്പനികൾക്കോ നഷ്ടപരിഹാരമായി നൽകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം മുൻപുണ്ടായിരുന്ന സമാധാന ശ്രമങ്ങളുടെ ബാക്കിപത്രങ്ങളെയും പൂർണ്ണമായി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. നയതന്ത്രപരമായ വഴികൾ അടയുന്നതിന്റെ സൂചനയാണിത്. യുഎസ് ഭരണകൂടത്തിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഇറാനിയൻ നയതന്ത്രജ്ഞർ വാദിക്കുന്നുണ്ട്. ലോകത്തിലെ ഏത് രാജ്യത്തിന്റെയും സമ്പാദ്യം കൈവശപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അധികാരമില്ലെന്ന് അവർ ഓർമ്മിപ്പിച്ചു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിലും വ്യാപാര മേഖലയിലും വീണ്ടും ആശങ്ക പടർന്നിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരതയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഹൂതികളുടെ ആക്രമണം കാരണം കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും സുരക്ഷാ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രംപിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ചില പാശ്ചാത്യ ശക്തികളുമുണ്ട്. എന്നാൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ കണ്ടുകെട്ടുന്ന രീതി മറ്റു രാജ്യങ്ങളിലും ഭയമുണ്ടാക്കുന്നുണ്ട്. തങ്ങളുടെ സമ്പാദ്യം ഏത് നിമിഷവും അമേരിക്കൻ ഉപരോധങ്ങളിലൂടെയോ നിയമങ്ങളിലൂടെയോ നഷ്ടപ്പെട്ടേക്കാം. ഈ ഭയം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുക്കാനും ഈ സംഭവം കാരണമായേക്കാം. ഇത് അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിന് തന്നെ തിരിച്ചടിയായേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുത കൂടുതൽ കടുത്ത തലത്തിലേക്ക് കടക്കുകയാണെന്ന് ഈ പുതിയ തർക്കം തെളിയിക്കുന്നു. ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും പുറമെ ഇപ്പോൾ നേരിട്ടുള്ള സാമ്പത്തിക കണ്ടുകെട്ടലുകളിലേക്ക് വാഷിംഗ്ടൺ കടക്കുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നുണ്ട്.
ഇറാന്റെ ഈ മറുപടി കേവലം വാചികമായ ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, അന്താരാഷ്ട്ര കോടതികളെയും മറ്റ് ആഗോള വേദികളെയും സമീപിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ്. തങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് ഉറപ്പാണ്. ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക് ഇറാനാണ് ഉത്തരവാദി എന്ന അമേരിക്കൻ വാദത്തെ ടെഹ്റാൻ ശക്തമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും പ്രാദേശികമായി ഇറാന്റെ സ്വാധീനം വ്യക്തമാണ്. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രോക്സി യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ പ്രതിസന്ധി നിലവിൽ തകർന്നു കിടക്കുന്ന US ഇറാൻ ആണവ ചർച്ചകളുടെയോ മറ്റ് സമാധാന ധാരണകളുടെയോ പുനരുജ്ജീവന സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഇനി ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് ഇരു രാജ്യങ്ങളും ഒരു മേശപ്പുറത്തിരിക്കുക എന്നത് ഏറെ പ്രയാസകരമാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളും ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ അതിർത്തികൾക്ക് സമീപം നടത്തുന്ന ഈ സാമ്പത്തിക സൈനിക ശീതസമരം ഗൾഫ് മേഖലയിലെ സമാധാനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഐക്യരാഷ്ട്രസഭയും വിവിധ അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകപക്ഷീയമായി ഇത്തരം തീരുമാനങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളെ പാടെ തകർത്തു കളയുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണശൈലിയിൽ മുൻപും സമാനമായ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെ മരവിപ്പിച്ച സമ്പാദ്യം മൂന്നാം കക്ഷിക്ക് നഷ്ടപരിഹാരമായി നൽകുന്നത് അപൂർവമായ ഒന്നാണ്. ഇത് വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിവെക്കും. ഇറാനിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമാക്കേണ്ടിയിരുന്ന മരവിപ്പിച്ച ഫണ്ടുകൾ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന അവസ്ഥ ഇറാൻ ഭരണകൂടത്തിന് ആഭ്യന്തര തലത്തിലും വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെതിരെ കടുത്ത നടപടികൾക്ക് ഇറാൻ മുതിർന്നേക്കാം. കപ്പൽ പാതകളിലെ ആക്രമണങ്ങളും സാമ്പത്തിക കണ്ടുകെട്ടലുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും സുരക്ഷാ ഭീഷണി വർദ്ധിക്കാനാണ് സാധ്യത. സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. ട്രംപിന്റെ പ്രഖ്യാപനവും അതിന് ഇറാന്റെ കടുത്ത ഭാഷയിലുള്ള മറുപടിയും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. നയതന്ത്രവും സാമ്പത്തിക സുരക്ഷിതത്വവും ഒരുപോലെ അപകടത്തിലാകുന്ന ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത്.